ഉദ്ഘാടകനായ പ്രിയപ്പെട്ട സുഹൃത്ത് ഏറെ കാലത്താണ് അവരുടെ വളർന്നു മുരളിയതൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ സ്വാഗത പ്രാസംഗം പറഞ്ഞപോലെ ഈ ഇടത്തിൽ വരിക എന്ന് മാത്രമേ മുനിവടയിൽ വരിക എന്ന് മാത്രം. ആ മുനിവടയിൽ എത്ര പേരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യേണ്ടത് എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. അന്ന് എൻ്റെ വിഷയമേ. കാരണം എന്നെ കൈ പിടിച്ച് നടത്തിയ മഹാനായ ഒരു എഴുത്തുകാരൻ്റെ മണ്ണാണ്. ജീവിതത്തിൽ ആദ്യത്തെ പുരസ്കാരം ഈ വീട്ടുമുറ്റത്ത്, ആ പഴയ വീടിന്റെ മുറ്റത്ത് വെച്ച് കോവിലിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ മൾബറി അവാർഡായിട്ടുള്ള സരസ്വതി വിഗ്രഹം കേൾക്കുക. അതിപ്പോൾ പരിപൂർണമായിട്ടും ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ആ സരസ്വതി വിഗ്രഹം കോവിലിന് എനിക്ക് കൈമാറിയതാണ്. അതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ അമൂല്യമായി സൂക്ഷിക്കണം. അതിനു മുമ്പ് തുടങ്ങുന്നതാണ് കോവിലിനുമായിട്ടുള്ള എൻ്റെ ആത്മകഥ. ഞാനിവിടേക്ക് വരുന്നത് രണ്ടുപേരെ കാണാൻ. ഒന്ന് പ്രിയപ്പെട്ട നാരായണ മാഷ കാണാൻ എനിക്ക് മാഷോട്ട് പോകും. ടീച്ചർ എനിക്ക് ചായ തരും. അവിടുന്ന് നേരെ ഈ കുഞ്ചിലേക്കാണ് നടക്കും. ഇപ്പം ഞാൻ ഓട്ടോ എടുത്ത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, ഇത്രയൊക്കെ ദൂരമായിരുന്നല്ലേ ഞാൻ നടന്നു വന്നിരുന്നത്. 1981 മാതൃഭൂമിയുടെ കഥാമത്സരത്തിൽ ജ്വരബാധ എന്ന് പറയുന്ന കവിത. ആ സമയത്ത് കേരളത്തിലെ ഏറ്റവും സജീവമായിരുന്നത് കഥയായിരുന്നു. കഥാവായന ആ കഥാവായനയുടെ കഥയരങ്ങുകൾ സജീവമായിരുന്ന കാലത്ത് ശ്രീകൃഷ്ണ കോളേജിൽ വെച്ച് ഒരു കഥയരങ്ങ് നടത്തിയതോ UK കുമാരൻ, അശോകൻ ചെന്ന്, TV കൊച്ചുബാബ കഥാവായനയിൽ വെച്ചു കൊടുക്കരുത്. ഇങ്ങനെ നിറഞ്ഞ സദസ്സിനിങ്ങനെ മുൻമൂലയിൽ നിർത്തിയാൽ അയാൾ കഥ വായിക്കുക. അതെല്ലാവരും പിന്നെ മൊത്തം ആ കാലഘട്ടത്തിലെ കഥയുടെ നിരൂപകൻ എന്ന നിലയിൽ എൻ്റെ തലമുറയിലെ കഥാകാരന്മാരെ കുറിച്ച് ധാരാളം എഴുതിയിട്ടുള്ള ബാലചന്ദ്രൻ വടക്കേട്, പ്രത്യേകം ഞങ്ങൾ അന്ന് ഗുരുസ്ഥാനീയനായിട്ട് ഇതിനെ കാണും. അപ്പോൾ മലയാള കഥയെക്കുറിച്ചുള്ള ആമുഖ പ്രഭാഷണം പരേന്ദ്രൻ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് കോവിലിന്റെ പ്രഭാഷണം ഉണ്ടാവും. പിന്നെ ഇവിടെ ഞങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഉച്ചയുറക്കം വളരെ നിർബന്ധമാണ്. അതും ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ മാത്രമല്ല, അതിലൊരിക്കലും സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ ആ സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ ഉച്ചയിറക്കം വലിയ പ്രശ്നമാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കാത്തിരുന്നത് ഇവിടെ ഒന്ന് കാത്തിരിക്കുന്നത്. അദ്ദേഹം ഉറക്കം എഴുന്നേറ്റ് വരുന്നത് വരെയും കാത്തിരിക്കും. അപ്പൊ കണ്ടാ പറയും തുര്യൻ തന്നെ അല്ലേ, അത് ഉച്ചൂടെ എന്നൊക്കെ. പക്ഷെ ഒരിക്കലും അങ്ങനെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇവിടുത്തെ ആരും വരും. വർഷത്തിൽ ഒരു പൂ മാത്രം പൂക്കുന്ന പൂമരം എന്ന് സച്ചിദാനന്ദൻ ആലങ്കാരികമായിട്ട് അങ്ങനെ ഒരു അർത്ഥത്തിൽ വിശേഷിപ്പിച്ച KG ശങ്കരപ്പിള്ള കവി. ബംഗാൾ എന്ന് പറഞ്ഞ കവിതയൊക്കെ എനിക്ക് നടന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരിടത്തും പൊതുപരിപാടിക്ക് വിളിച്ചാൽ വരാത്ത KG ശങ്കരപ്പിള്ളയും ശ്രീകൃഷ്ണ കോളേജിൽ വരാൻ കാരണമായി പോകുന്ന കോവിലെ വിളിച്ച പിന്നെ നോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വലിയൊരു കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതിനു മുമ്പ് എന്നോട് പറഞ്ഞു, എനിക്ക് വലിയ അഭിമാനമുണ്ട് സുരേന്ദ്രൻ വല്ലാതെ മാറിപ്പോയി. പറയാനുള്ള കാരണം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അപ്പൊ ഞാൻ 1976 10 ക്ലാസ് 76-77 കാലഘട്ടമാണ്. വീട്ടിലൊരു വാങ്ങുന്നില്ല, നല്ല പ്രയാസമാണ്, മുന്നോട്ട് പോകാൻ നോക്കിയില്ല. ആ സമയത്ത് ഞാൻ മൈസൂരിലേക്ക് കോട്ട പഠിക്കാനായിട്ട് പോയി. ഒരു മദ്യശാലയിൽ ക്ലാസ് മോഡലിന്റെ പഠിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു കൊല്ലം അവിടെ തിരിഞ്ഞടിച്ചിട്ട് ഞാൻ വരിക. അപ്പോ ആ
സമയത്ത് തന്നെ എന്നെ എഴുതാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. നമ്മുടെ പലപ്പോഴും ഞാൻ ചില അധ്യാപകർക്ക് ഒക്കെ തന്നെ അവരൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ചില മേഖലയുണ്ട്. എന്റെ അധ്യാപകർക്ക് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എന്റെ അധ്യാപകർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന വേദനയോടുകൂടി ഞാൻ പിൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം എന്നെ പെട്ടെന്ന് കിട്ടിയ കഴിവുണ്ടാവില്ലേ, അന്നത് പ്രകടിപ്പിച്ചു കാണുന്നില്ല, ആർക്കത് മനസ്സിലായി. ഞാനത് കഴിഞ്ഞിട്ട് ഈ ഓട്ടപ്പണിക്ക് പോകുമ്പോൾ അവിടെ കിട്ടുന്ന കുറച്ച് ഒഴിവ് സമയത്ത് ഞാൻ കഥ എഴുതും. അവ കഥ കഴിഞ്ഞ് ഒരു കൊല്ലം അവിടെ തിരിഞ്ഞടിച്ച് ഞാൻ എടപ്പാളിലേക്ക് പോയി. ആ എടപ്പാളിലേക്ക് വരുന്ന സമയത്ത് എടപ്പാൾ ഒരു വെള്ളത്തൂർ ആർട്സ് കോളേജ് ഭരണകാരൻ ഡോക്ടർ ചാത്തനാഥ് തച്ചുവിനെ പ്രഗത്ഭനായിട്ടുള്ള ഭാഷാ പണ്ഡിതനൊക്കെ ആയിട്ടുള്ള ഡോക്ടർ ചാത്തനാഥ് തച്ചുവിനെ എടപ്പാളിലേക്ക് തന്റെ പ്രവർത്തന കേന്ദ്രമാക്കി വെള്ളത്തൂർ വിദ്യാപീഠം തുടങ്ങിയ കാലം. അപ്പൊ വിദ്യാപീഠം തുടങ്ങിയപ്പോൾ വിദ്യാപീഠത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനമായിട്ട് ഒരു പാരലൽ കോളേജ് തുടങ്ങുന്ന കൊല്ലം എന്ന് ആലോചിച്ച് കൊല്ലത്തുണ്ടാകും. പിന്നെ വെള്ളത്തൂർ സാഹിത്യവേദി തുടങ്ങാനായിട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ സാഹിത്യവേദിയിലേക്ക് എന്റെ കയ്യിലെ കഥകൾ എല്ലാ മാസം തന്നെ അങ്ങനെ കയറി ചെന്നപ്പോൾ ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ചാത്തനാഥ് അച്ഛനോട് എൻ്റെ അടുത്ത് അച്ഛൻ സാർ വന്നിട്ട് പറയുന്ന സമയത്ത് സാർ ഞാനൊരു ഹോട്ടൽ പഠിക്കാൻ എവിടെ പഠിച്ചത് എന്താ പരിപാടി? ഞാൻ ഇടയ്ക്കൊന്നും അമ്മേനെ അച്ഛനെ കാണാനായിട്ട് 5-6 മാസം നിന്നപ്പോൾ ഒന്ന് പോകുന്നതാണ്. എന്താ പറഞ്ഞ പരിപാടി? തിരിച്ചു പോകും. തന്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സാണ്. താൻ തിരിച്ചു പോകണം, താൻ തിരിച്ചു പോകാൻ പാടില്ല. എന്റെ കാരണം എന്താ? ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ അച്ചൂരി സാർ ഈ കഥയെക്കുറിച്ച് ഒരു 15 മിനിറ്റ് നേരത്തെ ഒരു പ്രഭാഷണം ഈ കഥയിലേക്ക് അത് കഴിഞ്ഞ എന്നോട് പറ്റില്ല. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു, താൻ ഒരു മൗലിക ശോഭയുടെ എഴുത്തുകാരനാവണ്ടാവും, അവിടെ താൻ ഓട്ടം കൊടുത്ത് മതിയോ, താൻ ഈ കേരള കോളേജിൽ പഠിക്കാൻ അടുത്ത വർഷം സാർ എൻ്റെ കയ്യിൽ അധികം മാർക്കൊന്നുമില്ല. പിന്നെ അച്ഛനാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യില്ല, കാരണം അവർക്കൊന്നും വിശ്വാസമില്ല. അച്ഛനാണെങ്കിൽ എന്തായാലും നമ്മൾ പറയുന്ന അച്ഛൻ ഒരു ചെറിയ ക്ലർക്കിന്റെ ജോലിയാണ്. അദ്ദേഹത്തിന്റെ ചുമലിലാണെങ്കിൽ വലിയൊരു കുടുംബത്തിന്റെ ഭാഗമാണ്. ആരെങ്കിലും മക്കളെ പോലും എന്താ പറയാ ഒന്ന് കാണിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ പുതിയ തലമുറയിലെ കുട്ടികൾ കുറച്ച് പുതിയ തലമുറക്കാർക്ക് നിങ്ങളോട് വേണമെങ്കിൽ പറയാറില്ല. അപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് കുട്ടികളെ ഈ ലഹരിക്ക് അടിമയാവുന്ന അച്ഛൻ്റെയും അമ്മയുടെയും എന്താ പറയാ പരിഗണന കിട്ടാത്തതുകൊണ്ട്, സ്നേഹം ലാളന കിട്ടാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾ പറയാറില്ല അല്ലേ? അതുകൊണ്ട് ലഹരിക്ക് അടിമ ആയിപ്പോയില്ലേ? ഞാൻ പറയട്ടെ, കുമാരൻ നായർക്ക് എന്നെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല, എന്നെ കുറിച്ച് ആലോചിക്കാൻ കഴിഞ്ഞില്ല. കാരണം എടപ്പാടിൽ നിന്ന് 1/2 മണിക്കൂർ ബസ് യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് രണ്ടത്താണ് അല്ലെ? 1/2 മണിക്കൂർ. അവിടെ പോസ്റ്റ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്ന അച്ഛൻ ആഴ്ചയിൽ ഒരിക്കലേ വരൂ. ദരിദ്രത്തിന് മനസ്സിലാവും അല്ലെ? ആഴ്ചയിലൊരിക്കൽ വരുമ്പോ ഒരു സൂട്ട് കേസ് ഉണ്ടാവും. അത് ഏറ്റുവാങ്ങാനായിട്ട് ഞാനവിടെ എടപ്പാൾ ജനത്തിൽ നിൽക്കും. ആ സൂട്ട് കേസിൽ എന്താണെന്ന് പറയുമോ? അരി, റേഷനരി, അത് പൊതിയെട്ടി കൊണ്ടുവരണം. ഇപ്പോ അച്ഛൻ എന്നെ സ്നേഹിച്ചില്ല, പരിഗണിച്ചില്ല എന്ന് കഞ്ചാവ് അടിക്കാനല്ല പോയത്, മറിച്ച് എന്റെ അച്ഛൻ പി കുമാരൻ നായർക്ക് എന്നെ പോലും പരിഗണിക്കാൻ പറ്റാത്ത പ്രയാസത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്ന വ്യവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ വ്യവസ്ഥ അതായിരുന്നു. അത് ഞാൻ അനുസരിച്ചത്. അന്ന് ഈ നക്സലൈറ്റ് പ്രസ്ഥാനത്തിനൊക്കെ വേണ്ടിയിട്ട്, അന്ന് ചെറിയ സംസ്കാരികൾക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയ പിന്തുണയെങ്കിലും കിട്ടുന്ന അപൂർവം എഴുത്തുകാരിൽപ്പെട്ട ആളാണ് കോരി നാരായണമേനോൻ. ഒക്കെ ഇവരൊക്കെ അന്ന് പിന്തുണയ്ക്കില്ല. ഇത്തരത്തിലുള്ള റബ്ബർ ആയിട്ടുള്ള ആളുകൾ പിന്തുണ. അങ്ങനെയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ചെയ്തത്. ആ പ്രീ ഡിഗ്രിക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളത്തോൾ വിദ്യാപീഠത്തിന്റെ ഗംഭീരമായ ഗുരുവായൂർ സാഹിത്യ സമ്മേളനം, ആ സാഹിത്യ സമ്മേളനത്തിൽ ഞാൻ ഒരു കവിത വായിച്ചു. ആ കവിത വായിച്ചിട്ട് ആ കവിതയെ ഇങ്ങനെ ചീത്ത പറയാൻ പോകുന്നത്. അത് ഒരുമാതിരിയാണ് ചീത്ത പറഞ്ഞ് ഞാൻ അങ്ങനെ ആകെ തകർന്ന് തരിപ്പുണ്ട്. ഒരു മാറ്റം അവിടെ കൂടി ഞാൻ കവിത ഇതെനിക്ക് വഴങ്ങുകയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ കഥയുടെ ലോകത്തേക്ക് പോവുകയും പിൽക്കാലം വളരെ അഭിമാനത്തോടുകൂടി
കഥയുടെ പേര് ഒരു സമയം ബർമുഡ എന്ന് പറയുന്ന കോവിൽ സമ്മാനിച്ചു. ഞാൻ പറയാം, അന്ന് തൊട്ട് എന്നോട് അദ്ദേഹം കാണിച്ച സ്നേഹത്തിന് കാരണം, പ്രധാനപ്പെട്ട കാരണം, ഞാൻ 16-ാമത്തെ വയസ്സിൽ അരക്ഷിതനായി മൈസൂരിലേക്ക് ഓട്ടോമിക്ക് പോയിരുന്നു. അതാണ് എന്നോട് ഇഷ്ടം. അതെപ്പോഴും പറയും. പിന്നെ എന്നെ അവസാന കാലഘട്ടം വരെയും എന്നെ ചീത്ത പറഞ്ഞു. സുരേന്ദ്രൻ MA എടുക്കണം, PhD എടുക്കണം ഒക്കെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറയും. പക്ഷെ ഞാനെന്താ വെച്ചാൽ അധ്യാപകനായിരുന്നു. എല്ലാ രീതിയിൽ പഠനത്തിൽ നിർത്തി. പിന്നെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം ഒന്നൊക്കെ പറഞ്ഞു കിട്ടിയതാവണം. ഞാൻ ആലോചിച്ചെന്നറിയില്ല, ഞാനിപ്പോ തൽക്കാലം PhD എടുക്കുന്നില്ല, എന്റെ കൃതിയിലൊക്കെ ആളുകൾ PhD എടുക്കും. പക്ഷേ ഇന്നും വെറുതെ എന്റെ കൃതിയിലെ 2ാമത്തെ PhD ആണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആശാസമരത്തിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാശേഖർ SUCന്റെ വിദ്യാശേഖർ സമൂഹവും പ്രത്യയശാസ്ത്രത്തിന് എടുത്തു. അതിന് മുമ്പ് കുഞ്ഞുങ്ങളും എടുത്തു. 2 പേര് PhD ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് ഈ കോവിൽ എങ്ങനെ വഴി നടത്താം. ഞാനിപ്പോ എന്റെ ആദ്യ മകൻ പറഞ്ഞ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എന്റെ ചെറിയൊരു സർജറി ഇങ്ങനെ വിട്ടു വന്നു. ആ വന്ന സമയത്ത് വർമ്മസാറിന്റെ ഹോസ്പിറ്റലാണ് കോവില്. അവിടേക്ക് വന്നു. ഡോക്ടർ എന്റെ കുട്ടിയാണ്, അത് വേണ്ട എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കണം. ഓരോ ഘട്ടത്തിൽ ഈ നിലയിലാണ് അദ്ദേഹം ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ കോവിലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥകൾ ഇനി എഡിറ്റ് ചെയ്ത് ഗ്രീൻ ബുക്സിലൂടെ ഒരു പുസ്തകം പുറത്തിറക്കുന്ന ആവശ്യം വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അതെനിക്ക് ഇതാണ് കോവിൽ. കോവിലും പട്ടാളക്കഥകൾ. ഞാൻ ആദ്യമായിട്ട് സിക്കിമിൽ പോയി വന്നു. ഞാൻ ഈ ചമ്പു എന്ന് പറഞ്ഞൊരു ലേക്ക് തടാകം, അതൊരു ഫ്രോസൺ ലേക്കായിട്ട് മാറി മഞ്ഞകാലം, ടിബറ്റിന്റെ ബോർഡർ. ഞാൻ അവിടെ പോയിട്ട് യാത്ര ചെയ്തൊന്ന് പോയില്ലാന്ന് പറഞ്ഞു. എവിടെയൊക്കെ പോയി. അപ്പൊ ഞാൻ ഏതാണ്ട് പറഞ്ഞു, ഞാൻ ഈ യാത്രന്റെ പുറത്ത് കയറിയിട്ട് ചമ്പു തടാകത്തെ വലം വെച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സുരേന്ദ്ര, അതാണ് എന്റെ നോവൽ ഹിമാലയൻ എന്ന നോവലിന്റെ ഉദ്ദേശം. ഹിമാലയം എന്ന് പറഞ്ഞ അസാധാരണമായ നോവൽ. കോവിലുണ്ട്. നമ്മളങ്ങനെ മിലിറ്ററിയുടെ കഥ അങ്ങനെ എഴുതുന്ന ആളാണ്. അത് മാത്രമൊന്നുമല്ല അദ്ദേഹത്തിന്റെ കഥ. നന്ദനാരും കോവിൽ, നന്ദനാര് ദാരിദ്ര്യം സഹിക്കവയ്യാതെ വളർത്തുക. ഇപ്പോഴും നന്ദനാരുടെ മകനോട് പറയുന്നൊരു കാര്യമുണ്ട്. നന്ദനാര് പട്ടിണിയാണ്. പട്ടാളം ചേരാൻ പോകുമ്പോൾ തൂക്കം കുറയുമെന്ന് എന്ന് പേടിച്ചിട്ട്, ആ തൂക്കം കുറയുമെന്ന് പേടിച്ച് ചെറിയമ്മയുടെ വീട്ടിൽ പോയി ഒരുപാട് ചോറുണ്ട് നേരെ പോയിട്ട് പട്ടാളത്തില് ചേരുകയാണ്. ആ വെയിറ്റൊന്നും അന്വേഷിക്കുകയാണ്. വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. കോവിലിനെ പോലെ തന്നെ ചുംബിതമായ അതിന്റെ കാരണം ഞാൻ പലപ്പോഴും കോവിലിൽ ആർക്കും പിടിക്കുന്നില്ല. ഇന്നും ഒരു പിടികിട്ടാത്തവരുണ്ടായി നന്ദനാരുടെ ആത്മഹത്യ. അപ്പൊ ഈ ചങ്കുലേക്ക് കഴിഞ്ഞ് വന്നപ്പോ ഈ ഒരു കാര്യം അദ്ദേഹം സംസാരിച്ചു. ഇടയ്ക്ക് കത്ത് പുലാരിക്കുന്നൊക്കെ വിശേഷങ്ങൾ കത്തുകളിലൂടെയൊക്കെയാണ് കൈമാറുന്നത്. ചിലപ്പോൾ പ്രാരാബ്ദം കാരണം വേണ്ടത്ര എഴുതാൻ പറ്റാത്ത ഇന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അമൂല്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു കത്തുണ്ടായിട്ട് പറയുന്നത്, അവനവന് ചെയ്യേണ്ടുന്ന പണി എന്താണോ, അവനവൻ അറിയുന്ന പണി എന്താണോ അത് ചെയ്യാൻ മാത്രം നേരമില്ല സുരേന്ദ്രന്ന് എനിക്ക് എഴുതിയത് ഞാൻ ഇപ്പോഴും ഓർക്കാം. ഈ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് ഓരോ നടത്താറക്കാം. ഓരോരുത്തർക്ക് ഈ എഴുത്തെന്ന് പറയുന്നതിന്റെ കുഞ്ഞു മക്കളെ ഇത് ഭയങ്കര സംഘർഷമുള്ള കാര്യമാണ്. സീരിയസ് ആയിട്ട് എഴുതാറുണ്ട്. ഇന്നത്തെ പോലെ പൾപരീക്ഷ എഴുതിയിട്ട് 10,000 കോപ്പി വെക്കാൻ അതും ബുദ്ധിമുട്ടില്ല. പക്ഷെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ആത്മാവ് തൊട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിരത്തിന് കിടക്കുന്നത്. നിന്നും എന്റെ സുഹൃത്ത് BP രാമനെ പറഞ്ഞത്, ഒരു കവിത കിട്ടിയാൽ ഒരാഴ്ചക്ക് വായിക്കും.
കസാൻ സാഹിത്യത്തിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അനുഭവിച്ച ആന്തരിക വ്യഥ മുഴുവൻ അദ്ദേഹത്തിന്റെ ത്വക്ക് രോഗമായി പരിണമിച്ചു വരുന്നു. അത് നമുക്കറിയാം. കസാൻ സാഹിത്യത്തിനെ സ്വന്തമായിട്ട് ഗ്രീക്ക് വായിക്കുമ്പോൾ പറയാം എന്താണ് കസാൻ സാഹിത്യത്തിൽ അനുഭവിച്ച സംഘടന. ഇത് നമുക്ക് കോവിലിനെ വായിക്കുമ്പോൾ കോവിൽ യഥാർത്ഥത്തിൽ ലാറ്റിൻ അമേരിക്കൻ ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ്. മലയാളത്തിൽ അത്ര അപൂർവം. അതുകൊണ്ടാണ് കോവിലിന് അനുകർത്താക്കൾ ഉണ്ടായില്ല. കോവിലിനെ അനുകരിക്കുക എളുപ്പമുണ്ട്. ബാക്കി എല്ലാവർക്കും അനുകർത്താക്കളുണ്ടാവും, കോവിലിന് ഉണ്ടാവില്ല. എളുപ്പമല്ല. കോവിലിന്റെ ജീവിതം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. 100 years of solitude അല്ലേ? ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ നോവൽ വായിക്കുമ്പോൾ കോവിലിനെ അത്ഭുതപ്പെടുന്ന എന്താ പറയുക? പെട്ടെന്ന് കോവിലിന് വല്ലാതെ എന്റെ പാരമ്പര്യം. അപ്പോ ജോസ് എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ചു വരുന്നതാണ് അല്ലെ? ജോസ് പിതാവിന്റെ അതേ ഇത് ആവർത്തിക്കുന്നു. അതിങ്ങനെ ആവർത്തിച്ച് ചില പേരുകൾ ഇങ്ങനെ വരുമ്പോൾ കോവിലൻ ഇങ്ങനെ പറയുന്നുണ്ട്. ചേർന്നൻ മകൻ, ചേർന്നപ്പൻ മകൻ, ഇങ്ങനെ പേരുകളുടെ ഈ തരത്തിലുള്ള ഇങ്ങനെ വല്ലാത്തൊരു തരം ആവർത്തനത്തെ കുറിച്ച് കോവിലൻ പറയുന്നു. ലാറ്റിൻ അമേരിക്കയിലെ തോറ്റം പാട്ടുകളിൽ നാം അപൂർവമായി മാർക്കേസിനെ കുറിച്ച് ഇന്ത്യൻ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള അസാധാരണമായ ലേഖനങ്ങളിലൊന്ന് കോവിലിൻ്റെതാണെന്ന് തിരിച്ചറിയപ്പെടാത്തത്. അതെന്തുകൊണ്ടാണ്? എന്താണ് ലാറ്റിൻ അമേരിക്കയിലെ തോറ്റം പാട്ടുകൾ? തോറ്റം എന്ന് പറഞ്ഞ നോവലില്ലേ? എന്താണ് ആ നോവൽ? ഇത്ര ചെറിയൊരു നോവല്. ശരിക്കും ആ നോവൽ വായിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ ജനിസിൽപ്പെട്ട എഴുത്തുകാരനാണ് കോവിൽ എന്നാണ് നോവൽ. അതേ താളം കോവിലിന്റെ പാട്ടിലൊരു വലിയ താളമൊക്കെ. റാം പറയുന്ന കഥയൊക്കെ റാം എന്ന് പറയുന്ന കഥയൊക്കെ കോവിലിന്റെ ഏറ്റവും വലിയ സവിശേഷത കോവിലൻ ആഴത്തിൽ സ്ത്രീപക്ഷവാദിയായിരുന്നു. പെണ്ണിനെ വേദനിപ്പിക്കാൻ സുജാത പോലുള്ള കഥകളൊക്കെ നോക്കിയാൽ പെണ്ണിനെ വേദനിപ്പിക്കാൻ ചെണ്ടുമല്ലിപ്പൂക്കളെ കുറിച്ചൊരു അറിയുന്നത് അധികം ഒരിക്കലും അരൂപിയായ ആത്മാക്കളുടെ സഞ്ചാരത്തെ കുറിച്ച് ആലോചിച്ചു. ആ കഥയുടെ പോലെ ഒരു പ്രണയിനി ഉണ്ടായില്ല. ആ പ്രണയിനി അകാലത്തിൽ മരണപ്പെട്ടു. അവൾക്ക് ക്ഷയരോഗം ബാധിച്ചു. അവൾ ഒരിടത്തിനെ കബറടക്കി. ആ പെൺകുട്ടിയെ മറ ചെയ്ത സ്ഥലത്തേക്ക് അവിടേക്ക് ഈ കാമുകൻ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഈ കാമുകൻ അവിടേക്ക് വരുന്നു. തന്റെ ഭാര്യയെയും തന്റെ കുഞ്ഞിനെയും അവിടെ എത്തുമ്പോൾ ആ മറമാടിയ സ്ഥലത്ത് വന്ന് ഒന്ന് തൊഴുതു നിൽക്കാൻ വരികയാണ്. കുട്ടിയെ അവിടെയൊക്കെ തന്നെ ഈ ചെണ്ടുമല്ലി പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നു. ഈ കുഞ്ഞ് ആ ചെണ്ടുമല്ലി പൂക്കളിലൂടെ ആ മണ്ണിനടിയിൽ കിടക്കുന്ന അമ്മയെ തിരിച്ചറിഞ്ഞു. ആ അമ്മയുടെ കുഞ്ഞായി പിറക്കേണ്ടതായിരുന്നല്ലേ? മരിച്ചില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് ആ അമ്മയുടെ മണ്ണിൽ കിടക്കുന്ന അമ്മയുടെ കുഞ്ഞായി പിറക്കേണ്ടതായിരുന്നു. ആ കുഞ്ഞ് പക്ഷെ വളരെ പെട്ടെന്ന് ആ മണ്ണിനടിയിൽ കിടക്കുന്ന ആ അമ്മയെ തിരിച്ചറിയുകയും കുഞ്ഞിങ്ങനെ ആ പൂക്കളിലേക്ക് കൈ നീട്ടുകയും ചെയ്യുന്ന മലയാളത്തിലെ ക്ലാസിക് എന്ന് പറയാവുന്നത്, ഇന്ത്യൻ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ക്ലാസിക് എന്ന് പറയാവുന്ന കഥ. വിശപ്പൊരു വലിയ വിഷയമാണ്. എപ്പോഴും പറയും നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നത് പട്ടാളത്തിൽ ചേർന്ന് ഒരുപാട് ബാലങ്ങൾ ഈ ചുമലിന്റെ എന്നോട് പറഞ്ഞ ഈ ചുമലിന്റെ വേദന മാറിയില്ല. ചുമലിന് അത് പട്ടാള സേവനം എനിക്ക് ശേഷിപ്പിച്ചത് ഈ തീരാത്ത വേദനയായിരുന്നു എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ആദ്യത്തെ ഇത് മാത്രം പറ്റില്ല.
കോവിലുമായി ബന്ധപ്പെട്ട സമസ്ത കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ആദ്യം ഞാൻ കാണുന്നത്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഈ കവിതാ കേന്ദ്രം കോവിലൻ VT ഭട്ടതിരിപ്പാടിനെ കാണാനായിട്ട് ഗുരുവായൂർ വന്ന് അവിടുന്ന് എടപ്പാടിലേക്ക് ബസ് കയറി അവിടെ നിന്നുള്ള തൃത്താലയ്ക്കുള്ള ബസ് കാത്തു നോക്കാൻ ഒരു വെയിറ്റിംഗ് ഷെഡിലായിരുന്നു. ആ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞു MT വേണു എന്ന് ഞങ്ങൾക്ക് കേട്ട സഹോദര സ്ഥാനീയനായ ഒരു എഴുത്തുകാരനെ കേട്ടില്ല. MT വേണു വേണിട്ടാണ് പറഞ്ഞത് അതാണ് കോവിലൻ. പിറ്റേ തവണ ചെന്നപ്പോ ഞാൻ അഞ്ചെണ്ണു കോവിലൻ സാറാണ്. അല്ല, കോവിലൻ സാറാണോ? അല്ല, ഞാൻ VV അയ്യപ്പൻ, വട്ടംപറമ്പിൽ വേലപ്പൻ മകൻ. പേരിനെ ചൊല്ലിയുള്ള ഒരു എന്തിനോ വളരെ അഭിമാനമുണ്ട്. തന്റെ തട്ടകത്തെ കുറിച്ച്, തന്റെ പേരുകളെ കുറിച്ച് ഒക്കെയുള്ള അഭിമാനം. അതാണ് അഭിമാനം എല്ലാവരും തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് തലമുറകൾ എന്ന് പറയുന്ന നോവൽ എഴുതി കഴിഞ്ഞപ്പോ OV വിജയൻ ആദ്യത്തെ കത്തെഴുതുന്നത്, ഞാൻ ആ നോവൽ പൂർത്തിയാക്കിയതിന് ആലസ്യത്തിന് ഞാൻ ആദ്യത്തെ കത്തെഴുതുകയാണ് ആൾക്ക് കോവിലൻ. കാരണം അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള തലമുറകളിലേക്കുള്ള വേരുകളെ കുറിച്ചുള്ള അന്വേഷണത്തിലെ വഴികളിൽ കോവിലൻ എന്ന മഹാഗുരു ഉണ്ടായിരുന്നു. കോവിലന്റെ കഥകളിലുള്ള ഞാൻ പറഞ്ഞ പട്ടിണിയുടെ വലിയ വലിയ ആവിഷ്കാരങ്ങൾ പോലും കൊണ്ടുവന്നില്ലേ. വിശപ്പ് എക്കാലത്തും വിശക്കുന്നവരെ, വിശന്ന് കരയുന്ന ആളുകളെ എന്നാൽ പോലും അല്ലാതെ പതറിപ്പോ. നമ്മള് പുറമേക്ക് കാണുന്ന പരിക്കൊന്നും ആയിരുന്നില്ല, ഉള്ളില് ഇളനീരായില്ല. ഇളനീര് മാത്രം. അത്രമേൽ ആർദ്രതയുണ്ടായിരുന്ന, സ്നേഹം ഉണ്ടായിരുന്ന, ഇത്രയ്ക്ക് ആർത്തി കുറഞ്ഞൊരു എഴുത്തുകാരനാണ് കോവിലപ്പൻ. ഒന്നും എതിർത്തില്ല. വലിയ പ്രയാസങ്ങളിലൂടെ കടന്നത് തന്റെ മകൻ ചൊല്ലി ആദ്യ കാലഘട്ടത്തിൽ വേദനയുണ്ടായിരുന്നു. എനിക്ക് വലിയ സന്തോഷമുള്ളൂ. അത് നിങ്ങളെ കുടുംബത്തിലെ എല്ലാവരെയും അറിയിക്കാതെ ഞാൻ പറഞ്ഞു പോകുന്നത് ശരിയല്ല. ഇങ്ങനെ ആവണം മക്കൾ, ഇങ്ങനെ ആവണം മരുമക്കൾ, ഇങ്ങനെ ആവണം പേരക്കുട്ടി. ഒരു സർക്കാരിന്റെ ഔദാര്യത്തിന് കാത്തു നിൽക്കാതെ ഗംഭീരമായ ഒരു സ്മാരക സമുച്ചയം ഈ പുരാതനമായ മുനിമടയുള്ള ആയിരത്താണ്ടുകൾ പഴക്കമുള്ള സംസ്കൃതിയുടെ അടയാളങ്ങൾ തീർന്നിവിടെ ഈ സ്മാരകം പടുത്തു കിട്ടിയത്. അതിന് ഭംഗിയായിട്ട് പരിപാടി. ഈ ഹോള് നമുക്ക് ഇടയ്ക്കും കൂടിയോ കുറച്ചുകൂടി ക്യാമ്പുകൾ താല്പര്യമുള്ള കുട്ടികൾക്കുള്ള ക്യാമ്പ് നടത്താം. പിന്നെ എൻ്റെ ഒരു നിർദ്ദേശം പറയുകയാണ്, അടുത്ത കൊല്ലം മുതൽ നടക്കില്ല. അത് കോവിലന്റെ കഥാലോകത്തെ കുറിച്ച് പ്രബന്ധ പദ്ധതി കോളേജ് വിദ്യാർത്ഥികൾ എം എ ഒക്കെ പഠിക്കുന്ന, BA ഒക്കെ പഠിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു ഇതേ അതൊന്ന് കേൾക്കരുത്. എന്നിട്ട് എല്ലാവരും കോവിലന്റെ കഥകളെ നിർത്തിയുള്ള പഠനം, പ്രബന്ധം, ആ പ്രബന്ധ മത്സരം നടത്തുകയും എല്ലാവരും ഈ അനുസ്മരണ സമ്മേളനം നടത്തുമ്പോൾ ഒരു മികച്ച ആ ഒരു പ്രബന്ധത്തിന് ചെറിയ പുരസ്കാരം ഇവിടെ വെച്ച് കൊടുക്കുകയും. അങ്ങനെയല്ലാതെ കോവിലത്തിലേക്ക് തിരിച്ച് വായനയിലേക്ക് മടക്കി കൊണ്ടുപോകും. ഇവരൊക്കെ വായിക്കരുത്. ഈ കുഞ്ഞുങ്ങളൊക്കെ വായിക്കേണ്ട പോകുന്നത് വായിച്ചല്ലേ ഒരു കാര്യമില്ല. അത്ര ഈസി ആയിട്ട് അങ്ങ് കോവിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതണ്ട കേട്ടോ. നിങ്ങളിപ്പോ കാണുന്ന ഈ പൾപ്പ് ഫിക്ഷനുള്ള പൈങ്കിളി നോവല് അതല്ല കോവില്. ഒരു കഥയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 10 തവണയെങ്കിലും വായിച്ചാലേ സുജാത പോലുള്ള കഥകളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും കേട്ടോ. നല്ല പ്രയാസം, എഴുത്തും വായന നല്ല പ്രയാസം, അത്ര അലസമായി ചെയ്യണം. ഈ കോവിഡ് കാലത്ത് വരെയായി ഒരു കൊല്ലം ഇരുന്നിട്ട് 6 നോവൽ എഴുതിയപ്പോൾ ഞാൻ അഭിനന്ദിക്കില്ല ഞാൻ ചെയ്ത്. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് സാഹിത്യത്തിന്റെ റിപ്പബ്ലിക് നാടുകൾ ടീച്ചർ അതിന് എഴുതാൻ പറ്റുമോ? ഒരു കൊല്ലം കൊണ്ട് 6 നോവലൊക്കെ എഴുതി എന്ന് പറഞ്ഞാൽ ചങ്ങായി നാട് കിടത്തണ്ടേ? കാരണം എന്താ, അയാൾ സാഹിത്യത്തെ സീരിയസ് ആയിട്ട് കാണുന്നില്ല. അർത്ഥമാണല്ലോ അല്ലേ? ഒരു കഥക്ക് എഴുതാനായിട്ട് കോവിലൊക്കെ അനുഭവിച്ച വേദന അറിയാം അല്ലെ? ഖസാക്കിന്റെ ഇതിഹാസം എഴുതാൻ വിജയൻ എത്ര കൊല്ലം എടുത്തു പറയോ? 8 വർഷം അല്ലെ? 8 വർഷം എടുത്തു.
ഖസാക്കിന്റെ ഇതിഹാസം പൂർത്തിയാക്കാൻ. അതുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യകാരന്മാരില്ല. കണ്ണു തിരുമ്പി തുറക്കുന്ന നേരം കൊണ്ട് അപ്രത്യക്ഷമാകും മക്കളെ. പക്ഷേ കോവിലിൽ നിൽക്കുന്നു, ഉറൂപ്പ് നിൽക്കുന്നു അല്ലെ. സുന്ദരികളും സുന്ദരന്മാരും ഇങ്ങനെ ഒരു പ്രകാശ ഗോപുരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലധികമായില്ലേ, ആയില്ലേ? ഇത് നിൽക്കല്ലേ അല്ലേ? അതാണ് ക്ലാസ്. കോവിലൻ ക്ലാസിക്കുകളാണ്, എല്ലാ ക്ലാസിക്കുകളാണ്. അതായത് എന്താണ്, നിങ്ങൾ തോറ്റങ്ങൾ തലമുറ നോക്കും, ഹിമാലയം നോക്കും. ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഗംഭീരമായി കൈകാര്യം ചെയ്യുന്നതിന്റെ കുഞ്ഞുങ്ങളാണ്, അതിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത് അല്ലേ. മലയാളത്തിലെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം ആരുടെ കൃതിയിലെന്നറിയോ? കോവിലൻ, ഭരതൻ. എങ്ങനെയാണ് ടെക്നോളജി എങ്ങനെയാണ് അക്ഷരമാക്കി മാറ്റുന്നത്? അതിന്റെ വേപ്പതുകളാണ് ഭരതൻ എന്ന് പറയുന്ന അല്ലെ. IIT അതിന്റെ പശ്ചാത്തലത്തിലെ കൺപൂർ ആയിരിക്കും. എന്തായാലും സാങ്കേതിക സർവകലാശാല പഠന കേന്ദ്രമാണ് അതിന്റെ ബേസിക് അല്ലെ. അവിടെ ഭരതൻ ലോകോത്തരനെ പോലെയാണ്. ഞാൻ ലോകോത്തരൻ ഭരതൻ. കോവിലിന്റെ കുറച്ച് കഥകൾ എടുത്തു കഴിഞ്ഞാൽ അത് ലോകോത്തരം തന്നെയാണ്, ഒരു സംശയമുണ്ട്. മാർക്കേഴ്സിന്റെ കഥയ്ക്കൊപ്പം വയ്ക്കാവുന്ന കഥകൾ തന്നെയാണ് കോവിലൻ എഴുതിയത്. പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരുടെ പേര് പെട്ടെന്ന് കാര്യം ഒന്ന് ഓർത്തു വന്നു. പ്രമേയത്തിൽ കഥയുടെ പേരറിയല്ലോ, അതിൽ നിൽക്കുന്ന പ്രമേയം. ഈ പട്ടാളക്കാരൻ കോവിലൻ തന്നെയാണ്. ഈ പട്ടാളക്കാരൻ ഇങ്ങനെ വലിയ തോതിൽ എന്താ പറയാ തകർന്ന് തരിപ്പണമായിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിൽ തരിപ്പണമായിട്ടുള്ള ഒരു പ്രദേശത്തൂടെ ഞാൻ അവിടെ വെച്ച് വീട്ടില് ഒരു മനുഷ്യനെ കാണും. ആ മനുഷ്യൻ ആ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ മക്കളാണ്. ആ മകൾ വീട്ടിന് പുറത്തെ വീട്ടിനകത്തുള്ളത് മകള് പുറത്തു വെച്ചു. ആ പുറത്തു വരാതിരിക്കാൻ കാരണം ഈ പട്ടാളക്കാരനായ അയാളെ വസ്ത്രം എടുത്തിട്ട് ഈ മകൾക്ക് പുറത്തു വരാൻ പറഞ്ഞു. ഇത് ഈ ഒരു കഥയുടെ പല തലങ്ങളിൽ ആർദ്രത കൊണ്ട് ഇങ്ങനെ സമ്പന്നമായിട്ടുള്ള കഥയാണ്. ആർദ്രത കൊണ്ട് ഇങ്ങനെ സമ്പന്നമായിട്ടുള്ള കോവിലിൽ ഒരേ സമയം പ്രബന്ധകാരൻ, ഞാൻ പറഞ്ഞു പ്രബന്ധകാരൻ, ചരിത്രത്തെ കുറിച്ച് സാമാന്യമായിട്ട് അറിവുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എക്കാലത്തെയും ദക്ഷിണാശാലികളായിട്ടുള്ള എഴുത്തുകാരുടെ നിലയിൽ പെടുത്താൻ കാരണം. അതിപ്പോ കോവിജനെ പോലെ തന്നെ കോവിജനാരാ എന്ന് പറഞ്ഞ പ്രശസ്തരായ പ്രസാധകർ OV വിജയനെ വിശേഷിപ്പിച്ചത്, ഒരു കാറ്റലോഗിൽ വിശേഷിപ്പിച്ചത് ഗംഭീര മാർക്കസിന് സമചിരുന്ന ഇന്ത്യൻ എഴുത്തുകാരൻ. ആ OV വിജയൻ തന്നെ അനുഗ്രഹിക്കണമെന്ന് കത്തെഴുതുന്നുണ്ടെങ്കിൽ വിജയന്റെയും ഗുരുനാഥനായ വിജയൻ കണ്ട കോവില ധാര എന്ന് പറയുന്ന കഥ പോലെ പ്രധാനപ്പെട്ടതാണ് വസ്തുധാര. വസ്തുധാര എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അഭയാർത്ഥികളെ കുറിച്ച് ഇതേപോലെ ശ്രീരാമനെ കുറിച്ച് പറയട്ടെ. മലയാളം കണ്ടുള്ള ലോകോത്തര എഴുത്തുകാരിലൊരാണ്, ഒരു തർക്കം വേണം. പക്ഷെ ഒന്നും പഠിക്കപ്പെട്ടില്ല. ഇപ്പൊ ചർച്ച ചെയ്യുന്നു, ശ്രീരാമനെ ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഈ പുരസ്കാരങ്ങൾ കൊടുക്കാന്നല്ലാതെ അദ്ദേഹത്തിന്റെ കഥകളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഏകദിന സെമിനാർ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ എഴുത്തുകാരില്ലേ. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ പോയി ആ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് 1921 മലബാറിൽ എന്റെ ഗ്രാമത്തിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ട ആളുകൾ ഒരു നൂറ്റാണ്ട് എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് അറിയാൻ വേണ്ടി പോയില്ല. അവിടെ ഗ്രാമത്തിലെത്തിയപ്പോൾ വീരാൻ ഹാജി എന്ന് പറയുന്ന മനുഷ്യനോട് പറഞ്ഞൊരു കഥയുണ്ട്. ഈ വെളിച്ചെമ്പിന്റെ ഇല ഉപ്പ് പോലും കിട്ടാത്ത 1942 ജാപ്പാനീസ് അധിനിവേശ കാലഘട്ടത്തിൽ ഉപ്പ് പോലും കിട്ടാത്ത സമയത്ത് ഈ വെളിച്ചെമ്പിന്റെ ഇല
കടലിലെ വെള്ളം കൂട്ടി പുഴുങ്ങി തിന്ന് 2 കൊല്ലം ജീവിച്ച എൻ്റെ പൊന്നു മക്കളെ, ആ ജീവിതമാണ് നിങ്ങൾക്ക് ഇന്ന് ഡെൻമാർക്കിലേക്കും സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ കുട്ടിയേറാനുള്ള ആത്മവിശ്വാസം തന്ന ദേശത്തിന്റെ കഥ കൂടി മനസ്സിലാക്കുന്നത്. ആ വിശപ്പിന്റെ, ആ പട്ടിണിയുടെ, ആ ദുരിതത്തെ അത് നിങ്ങൾ പറഞ്ഞു പോകരുതെന്ന് എനിക്ക് പറയാം. കോവിലിലേക്ക് പോകുക, കടവൻ്റെയിലേക്ക് പോകുക, ശ്രീരാമനിലേക്ക് പോകുക, അല്ലെ? എല്ലാവരെയും പോകണം. നരേന്ദ്രപ്രസാദിന് എന്തൊരു ആദരവ്. കാരണം എൻ്റെ മറ്റൊരു ഗുരുനാഥനായിട്ടുള്ള ആ നരേന്ദ്രപ്രസാദാണ് കടമ്പനിനെ കുറിച്ചുള്ള ഏറ്റവും ഗംഭീരമായ പഠനങ്ങളൊക്കെ. സിനിമാ നടൻ മാത്രമായിട്ടില്ല. അത് ഞാൻ ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ ആരെയും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രസക്തിയുണ്ട്, നിങ്ങളുടെ കാലഘട്ടത്തിലെ പാട്ടുകൾക്ക് വലിയ പ്രസക്തിൻ്റെ ഒക്കെ ഉണ്ട്. അതേ പ്രസക്തി ചരിത്രത്തിന്റെ വഴിയിലൂടെ നടന്നുപോയ മനുഷ്യരെ കുറിച്ച് എല്ലാവരെയും നമ്മൾ ഓർത്തെടുക്കണം. അങ്ങനെ നമ്മൾ കോവിലിനെ ഓർത്തെടുക്കുക. എപ്പോഴും വരുമ്പോൾ വേനലിലേക്ക് ഇവിടെ വന്ന പറങ്കിമാങ്ങയുടെ മണമാണ് ഈ ഒന്നിനെ, അല്ലെ? ഒരു മുണ്ട് പറങ്കിമാ കാടുകളുണ്ട്. ആ പറങ്കിമാങ്ങാണ് അവസാന കാലത്ത് പട്ടാളത്തൊക്കെ വന്നതിന് ശേഷം കൃഷിയൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകില്ല. നന്നായി കവിത എഴുതിയിട്ടുണ്ട് ഒരു കാലഘട്ടം പഠിക്കുന്നത്. അപ്പൊ ഈ കഥ, നോവൽ, പ്രബന്ധങ്ങൾ ഇങ്ങനെ വളരെയധികം ബഹുമുഖമായ പ്രതിഭയുടെ ഊർജം നമുക്ക് കോവിലിന്റെ വഴി ഇപ്പോഴും ഉണ്ട്. ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ, കുറച്ചൊരു ഭാഷയൊക്കെ ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കോവിലിനൊക്കെ തന്നിട്ടുള്ള ഊർജം കൊണ്ടാണ് അതൊക്കെ ഞങ്ങൾക്ക് സാധ്യമായത്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആദർശമായ ആ ബഹുരൂപിയുടെ കാൽപാദങ്ങൾ തൊട്ട് നിറകയിൽ വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.